ഹലോ ഫ്രണ്ട്സ്, ദീപു കരുണാകരൻ്റെ ഡയറക്ഷനിൽ ഇന്ദ്രജിത് സുകുമാരൻ, അനശ്വര രാജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വന്നിരിക്കുന്ന സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ. ഞാനൊരു കഞ്ഞിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ എനിക്ക് കിട്ടിയ നല്ല നാടൻ ചോറും മീൻകറിയാണ്. അത്യാവശ്യം രസമുണ്ടായിരുന്നു പടം. കാരണം എന്താ വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാതെ പോകാമെന്ന് പറഞ്ഞൊരു പടമാണിത്. ഞാൻ 2 ദിവസം പോയിട്ട് എനിക്ക് ടിക്കറ്റ് നിന്നാണ് കിട്ടിയത്. തിരക്ക് കാരണമല്ല, ആളില്ല ഈ സിനിമയ്ക്ക്. അങ്ങനെ പോയി ഒരു മൂഡും ഇല്ലാതെ കണ്ട സിനിമയാണ്. പക്ഷേ ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇതൊരു മലങ്കൾട്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ പടം അത്യാവശ്യം എൻഗേജിങ് ആയി. സെക്കൻഡ് ഹാഫിക്ക് എത്തിയപ്പോൾ അത്യാവശ്യം നീറ്റായി തന്നെ പടം പോകുന്നുണ്ട്. കണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയും ബോറടി ഇല്ല. അതുപോലെ തന്നെ ഒന്നാമത് ഞാൻ ഈ പടത്തിൽ ബോറാകുമെന്ന് വിചാരിച്ച അനശ്വര ഇന്ദ്രജിത്ത് കോംബോയാണ്. പക്ഷേ അത് അത്യാവശ്യം നീറ്റായിട്ട് വർക്കായിട്ട്. കാരണം അവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും അതുപോലെ തന്നെ ഈ സിനിമയിൽ ദീപു കരുണാകരൻ ഒരു ക്യാമിയോ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇന്ദ്രജിത്തിൻ്റെ ഫ്രണ്ടായിട്ട്. അത്യാവശ്യം അടിപൊളി ക്യാരക്ടർ തന്നെയാണ്. നല്ല കോമഡി വർക്കായ രംഗങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 2 പ്രായത്തിലുള്ള 2 പേര് ഒരു രാത്രി ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ശേഷം അവരുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായി, ആരൊക്കെയാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നാണ് സിനിമയുടെ കഥ. അത്യാവശ്യം ക്ലീഷയായിട്ടുള്ളൊരു കഥ തന്നെയാണ്. പക്ഷേ ബോറാക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട്. പുതുമകളൊന്നും പറയാനില്ല, എന്നാൽ ബോറില്ല. അതൊരു 2 മണിക്കൂർ ഇരുന്ന് കാണാൻ പറ്റിയ പടം. നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയുക. പിന്നെ ഈ സിനിമയുടെ ഡയറക്ടറെ പറ്റി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനൊരു പ്രത്യേകതരം ഡയറക്ടറാണ്. വിൻ്റർ, തേജാബായൻ ഫാമിലി, ഫയർമാൻ അങ്ങനെയുള്ള കുറച്ച് പടങ്ങളെടുത്ത ആളാണ് പുള്ളി. പുള്ളിയുടെ സിനിമകളിൽ പറഞ്ഞാൽ കിടിലൻ പടങ്ങളൊന്നും തിയേറ്ററിൽ ഓടിയ ചരിത്രമില്ല. അതുപോലെ ആവറേജിനും താഴെയുള്ള പടം ഓടിയിട്ടുണ്ട്. ഒരു അക്ടർ ഫ്ലോപ്പും ഉണ്ട്. അങ്ങനെ പിന്നെ ഏതൊക്കെയോ പടം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് പടം, പക്ഷേ ആളും ഇല്ല. ഇനി നിങ്ങളിതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.